എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാരുടെ മെയ് മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സ്ട്രാ കാർഡ് കൂടി ഉണ്ട്. എന്തായാലും ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലവേഴ്സ് എനർജി, പേജ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് wands, 4 ഓഫ് wands, 6 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് വോർട്ടെക്സ് എനർജി ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ് എനർജി. കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ലവേഴ്സ് എനർജി ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. മാരേജ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അതായത് മാരേജ് കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല, കുറച്ച് നാളായിട്ട് വിവാഹം നോക്കുന്നു, കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നിരിക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ജീവിതത്തിൽ. മാരേജ് കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നൊരു മാസമാണ്. മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ വിവാഹം നടക്കാൻ ചാൻസസ് ഉള്ള ഒരു സമയമാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം, ചില ആളുകളെ സംബന്ധിച്ച് നിശ്ചയമോ അതൊക്കെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാവാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ലവ് മാരേജ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് പ്രണയം എന്ന് പറയും, കാരണം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആളുകളാണ് കാണിക്കുന്നത് ഇപ്പോൾ. അതായത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതിയും രീതിയും അങ്ങനെയുള്ള ഇതിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ അത് പ്രണയ വിവാഹമാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പല കാര്യങ്ങളും അറിയാമായിരിക്കും. എന്നിരുന്നാലും ഇനി പ്രണയമാണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഏത് സിറ്റുവേഷനിലും രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ചിന്ത, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ. ചില ആളുകൾ പ്രണയമാണെങ്കിൽ ചിലപ്പോൾ വേറൊരു രാജ്യത്തെ വ്യക്തിയായിരിക്കാം, വേറെ ഭാഷ, വേറെ സംസ്കാരം ഒക്കെ ആയിരിക്കാം. ഇനി അതല്ല എങ്കിൽ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളായതുകൊണ്ട് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുക, മനസ്സിലുള്ളത് തുറന്ന് പറയുക, ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മറ്റു ആളെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിപ്പിക്കുക എന്നുള്ളതാണ്. വിവാഹത്തിന് മുമ്പ് വ്യക്തമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോണിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അതേപോലെ തന്നെ മണിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ പല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോൺ അപേക്ഷിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ അപേക്ഷിക്കുന്ന രീതിയിലാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി ഉള്ളൊരു സപ്പോർട്ടാകാം. മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് കുറച്ചൊരു എമൗണ്ട് ലോണായിട്ട് തരുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ ആവാൻ നിർബന്ധമൊന്നുമില്ല. സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് കുറച്ചൊരു ഫീൽ ഗുഡ് തോന്നുന്ന സമയമാണ്. അതായത് പൊതുവേ സാമ്പത്തികം നല്ല രീതിയിലല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളതെന്നൊരു ഫീൽ ഗുഡ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ഡൊണേഷൻസ്, മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പൈസ എല്ലാവരിൽ നിന്ന് ചേർത്ത് സ്വരുക്കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്, എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ നിന്നിട്ട് അതിൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ എല്ലാം നോക്കി നടത്തുന്ന ഒരു രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഘടനയോടെ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്കുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പണം തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളെ അങ്ങോട്ട് സഹായിക്കുന്നതായിരിക്കും. ഏത് രീതിയിലാണെങ്കിലും ധനപരമായിട്ട് ഒരു ലോൺ എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. ഒത്തിരി ചാരിറ്റി വർക്ക്സിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. നിങ്ങളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ പല ആളുകൾ കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ചേർക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമ്മാനങ്ങൾ അർഹിക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ, അത് സാമ്പത്തികമായിട്ടോ അല്ലാതെയോ നിങ്ങളിലേക്ക് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. പൊതുവിൽ സ്നേഹവും സഹാനുഭൂതിയൊക്കെ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു രീതിയാണ്.
നിങ്ങളുടെ സോഷ്യൽ ലൈഫ് അതുകൊണ്ട് തന്നെ, അതായത് സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ വളരെ നല്ല നിലയും വിലയും ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഫോർ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ജോലി, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ജോബ് ഓഫർ വരുന്നുണ്ട്. അത് അടുത്ത് വരെ എത്തിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല, അത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഇനി അതിനൊരു ഹോപ്പില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു അവിടെ നിന്ന് ആ പെൻഡിങ് ജോബ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട് വാങ്ങിക്കുന്നതോ വിൽക്കുന്നതുമായിട്ട് സിറ്റുവേഷൻ. കാരണം ചില ആളുകളെ സംബന്ധിച്ച് വിൽക്കുക, വാങ്ങുക രണ്ടും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും നാട്ടിലുള്ള വീടോ അല്ലെങ്കിൽ കുറച്ചുള്ള സ്ഥലമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിറ്റിട്ട് നിങ്ങളിപ്പോൾ കുറച്ച് സിറ്റിയിലേക്കോ, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളെ സ്ഥലം മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഒരു ടെമ്പററി പോസ്റ്റായിരുന്നു പെർമനൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മറ്റൊരിടത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമാവാം. അപ്പോൾ അങ്ങനെ ഒരു ജോലി, സ്ഥിരമായിട്ടൊരു ജോലിയിൽ നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഗുഡ് ലക്ക് ഉള്ളൊരു സമയമാണ്. അതായത് നമ്മളിപ്പോൾ ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഭാഗ്യദേവത കടാക്ഷിച്ചു എന്നൊരു സിറ്റുവേഷൻ ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളിലും ആ ഒരു അതായത് ദൈവഭാഗ്യം കാണിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർമ്മഫലത്തിൻ്റേത് ആയിട്ട് കൂടിയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ്. പുതിയ വീടാണെങ്കിൽ പുതിയ വീട് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ്, ഇപ്പോൾ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് എടുക്കുന്നു, പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഒരു ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു, നിങ്ങൾ ടെസ്റ്റ് പാസ്സാവുന്നു. അതേപോലെ തന്നെ അവാർഡ്സ് ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ലെഷർ ടൈം, ഫ്രീഡം, ഫണ്ണൊക്കെ നിങ്ങളിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി, അല്ലെങ്കിൽ ചെറുതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, നമ്മൾ ബാഹ്യമായിട്ട് പുറത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ സമൂഹം എന്ത് ചിന്തിക്കുന്നു ആ രീതിക്കനുസരിച്ച് നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മളായിട്ട് നിൽക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടി എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക്, നിങ്ങളുടെ ഇന്നർ ചൈൽഡ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക്, ആ ആഗ്രഹങ്ങളുടെ ആ ഗോൾസ് സഫലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ലാതെ സമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തൃപ്തി, ഒരു ആത്മസംതൃപ്തി, ഒരു കണ്ടെൻറ്റ്മെൻറ്റ് നിങ്ങളിലുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ വളരെ കെയർ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വോർട്ടെക്സ് എനർജിയാണ്. അപ്പോൾ പൊതുവെ ഈ ബാഹ്യമായിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരു ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ വരാം. ചില ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കാം ആദ്യം കാണുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സുഹൃത്തായിരിക്കാം. അവർ കാണുമ്പോൾ തുടങ്ങി ഇത് നല്ലതല്ല, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ചില ആളുകൾക്കുള്ളൊരു രീതിയാണ്. നിങ്ങളുടെ ലൈഫിലൊരു ഒരു ടെർബുലൻസ് ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ രീതിക്ക്, അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഒരു പവറും ഇല്ല എന്നുള്ളത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കാണ് ഒരു പവർ ഉള്ളത് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരാൾ നിങ്ങളെ ആവശ്യത്തിൽ കവിഞ്ഞൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് വളരെ നല്ലൊരു എനർജി. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അയൽക്കൂട്ടം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആളുകളിൽ നിന്നുള്ള അനാവശ്യ കാര്യങ്ങൾ കേട്ട് ഫാമിലിയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫൈനലി മനസ്സിലാക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം അതിൽ ജീവിക്കുക എന്ന തീരുമാനത്തിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ 10 of Wands ആൻഡ് 6 of Pentacles എനർജിയാണ്. ചില ആളുകൾ റിട്ടയർ ആവുന്നുണ്ട്. അപ്പോൾ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് റിട്ടയർ ആവുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ലിറ്ററലി ജോലി സംബന്ധമായിട്ടാണെങ്കിൽ കരിയറിൽ നിന്ന് റിട്ടയർ ആവുന്ന സിറ്റുവേഷനുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് ചില വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ തലയിൽ, അതൊക്കെ ഫൈനലി നിങ്ങളൊന്ന് മാറുകയാണ്, നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തരുന്നു. അതേപോലെ തന്നെ 10 of Pentacles എനർജി സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. അത് സൂചിപ്പിക്കുന്നത്
ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിലിപ്പോൾ നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ചില പാരൻസ് ഉണ്ടാവും, അവരുടെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ ഇറക്കി വയ്ക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലാതെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം നിങ്ങളുടേതായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേശ്ശെ കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.